ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുന്നു. പണിമുടക്ക് BMS ഒഴികെയുള്ള 10 സംഘടനകൾ നേരിടാൻ ഡയസ് നോൺ പ്രഖ്യാപിച്ച സർക്കാരും KSRTCയും പണിമുടക്കിൽ വലഞ്ഞ് ജനം. തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശൂരും KSRTC ബസ്സുകൾ തടഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളെ പണിമുടക്ക് കാര്യമായി ബാധിച്ചില്ല. JSK സിനിമാ വിവാദത്തിൽ ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ച സെൻസർ ബോർഡ് 96 ഭാഗങ്ങൾ കട്ട് ചെയ്യണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറി. 2 മാറ്റങ്ങളോടെ പ്രദർശനാനുമതി നൽകാം. സബ് ടൈറ്റിൽ മാറ്റം വരുത്തണം. സിനിമയുടെ പേരിൽ പ്രശ്നങ്ങളില്ല. കോടതി രംഗത്ത് ജാനകി മ്യൂട്ട് ചെയ്യണമെന്നും സെൻസർ ബോർഡ്. ഹേമചന്ദ്രൻ കൊലക്കേസിലെ മുഖ്യപ്രതി നൌഷാദിനെ കേരളത്തിലെത്തിച്ചു. UAE-യിൽ നിന്ന് നൌഷാദ് ഇന്ത്യയിലെത്തിയത് ഇന്നലെ. നൌഷാദിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ്. കേരള സർവകലാശാല പോര് തുടരുന്നു. രജിസ്ട്രാർ KS അനിൽകുമാറിനോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ട് താൽക്കാലിക VC സിസ തോമസ്. സ്ഥാനമൊഴിയുന്നതിന് മുൻപേ രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം. അവധി കഴിഞ്ഞ് VC മോഹനൻ കുന്നുമൽ ഇന്ന് തിരികെ എത്തും. പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിലെ പാറമട ദുരന്തത്തിൽ വിശദാന്വേഷണത്തിന് കളക്ടർ. നാളെ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു. കോറിയിൽ അളവിൽ കൂടുതൽ ഖനനം നടന്നോ എന്ന് പരിശോധിക്കും. മരിച്ചവരുടെ കുടുംബത്തിന് കോറി ഉടമകളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള നടപടി തുടങ്ങി. ഗുജറാത്തിൽ പാലം തകർന്ന് 3 മരണം. തകർന്നത് വഡോദര ആനന്ദ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം. നിരവധി വാഹനങ്ങൾ പുഴയിൽ വീണു. രക്ഷാപ്രവർത്തനം തുടരുന്നു. ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ മരണം 110ആയി. നിരവധി പേരെ ഇപ്പോഴും കാണാനില്ലെന്ന് ഗവർണർ. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച ടെക്സസ് സന്ദർശിക്കും. ഫിഫ ക്ലബ് ഫുട്ബോളിൽ ചെൽസി ഫൈനലിൽ. ബ്രസീൽ ക്ലബ് ഫ്ലുമൻസിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ജാവോ പെഡ്രോയ്ക്ക് ഇരട്ട ഗോൾ. റയൽ മാഡ്രിഡ് PSG സെമി ഫൈനൽ ഇന്ന്.